ബീച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാം. നമുക്ക് VS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, അത്രത്തോളം വേദനാജനകമായ കാഴ്ചയായിരിക്കും അല്ലേ അവിടെ? കുടുംബങ്ങളൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടോ? ചില ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു, അവർ പറയുന്നുണ്ടായിരുന്നു 1-2 പേരുടെ കുടുംബത്തെ അറിയിച്ചിട്ടില്ല എന്നുള്ളത്. അവർ വിവരം അറിഞ്ഞിട്ടുണ്ടോ? ഹോസ്പിറ്റലിലേക്ക് കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ പരിക്കേറ്റവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി നമുക്കൊന്ന് അറിയണം. റോഷ്നി, 3 പേരുടെ മരണമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആ 3 പേരുടെയും മൃതദേഹങ്ങൾ കോഴിക്കോട് ഞാൻ നിൽക്കുന്ന കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലാണുള്ളത്. ഈ 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോകും. ഒരു പോസ്റ്റ്മോർട്ടം നടപടി, ഒരു മൃതദേഹം ഇവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പരിക്കേറ്റിട്ടുള്ളവരിൽ ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. അതുപോലെ തന്നെ പരിക്കേറ്റ മറ്റൊരാൾ ഇവിടെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലുണ്ട്. 2 പേരുടെയും ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. ആരോഗ്യസ്ഥിതി പൂർണ്ണമായും ഇപ്പോൾ ഇവിടെ ഉള്ള അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഒരു വിനോദുമാണ് ചികിത്സയിലുള്ളത്. ആ ചികിത്സയിലുള്ള 2 പേരുടെയും സ്ഥിതി തൃപ്തികരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം അതിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിട്ടിനുള്ളിൽ പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ 5 മണിക്ക് മുമ്പ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിലും ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാൻ ADMന്റെ പ്രത്യേക ഉത്തരവ് വേണം. അതിനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം, പോലീസ് വന്ന് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം 2 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതിൽ ബീച്ച് ആശുപത്രിയിൽ പരിക്കേറ്റവരുടെ നില വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഈ മരിച്ചവരുടെ 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കണമെന്നാണ് തീരുമാനം. ആശുപത്രിയിൽ ബന്ധുക്കളടക്കമുണ്ട്. ഏറെ വേദനയോടെയാണ് അവർ നേരത്തെ പ്രതികരിച്ചത്. ഇപ്പുറത്ത് ശക്തമായ പ്രതിഷേധം നടക്കുന്നു കോർപ്പറേഷനെതിരെ. ഈ തൊഴിലാളികളുടെ മരണത്തിന് ഉത്തരവാദികൾ ആരാണെന്ന് ചോദിച്ചുകൊണ്ട്, കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സൂചിപ്പിച്ചുകൊണ്ട്, ബീച്ച് സംഭവിച്ചത് എവിടെയാണെന്ന് ഉത്തരം ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവജന സംഘടനകൾ പ്രതിഷേധിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ടു, BJPയുടെ പ്രതിഷേധം കണ്ടു. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പോലീസ്. ഇപ്പുറത്ത് ബീച്ച് ആശുപത്രിയിൽ 3 മൃതദേഹങ്ങൾ, 3 തൊഴിലാളികളാണ് മരിച്ചിരിക്കുന്നത്.